അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചു വരാൻ പോകുന്നത്? നോക്കൂ, ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇസ്രയേലും അമേരിക്കയും പറഞ്ഞത് ഇതൊരു പ്രീ എംപ്റ്റഡ് വാർ ആണ് എന്നാണ്. അതായത് ഒരു മുൻകൂർ പ്രതിരോധം തീർക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ്. അതായത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ടൊരു പദ്ധതി ഇട്ടിരിക്കുന്നു. ആ പദ്ധതി മനസ്സിലാക്കുന്ന ഇസ്രയേൽ മുൻകൂട്ടി ഇറാനെ ആക്രമിക്കുന്നു. ഇതൊരു മിലിറ്ററി തന്ത്രമാണ് കേട്ടോ. ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നാണ് പറയുക. നമ്മളെ ആക്രമിക്കാൻ ഒരു ശത്രു തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ശത്രുവിനെ അങ്ങോട്ട് ആക്രമിക്കുക, അതൊരു മിലിറ്ററി തന്ത്രമാണ്. അതാണ് ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ 12 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ 900 എയർ സ്ട്രൈക്കുകളാണ്, വ്യോമാക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത് കേട്ടോ. ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഇറാന് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെയാണ് ആ രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടത്. ഖമനേയി കൊല്ലപ്പെട്ടു. ഖമനേയി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന്റെ മകനും മരുമകളും കൊച്ചുമകളും കൊല്ലപ്പെട്ടു. ആ കുടുംബം തന്നെ വൈപ്പ് ഔട്ടായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതായിരുന്നു ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച, അതുപോലെ തന്നെ ഇസ്രയേലിന് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്. ആരാണ് ഈ ഖമനേയി എന്ന് പറയുന്നയാൾ? അദ്ദേഹം ഷിയ വിഭാഗത്തിന്റെ ആത്മീയ നേതാവാണ്. ഈ പോപ്പ് എങ്ങനെയാണോ ക്രിസ്തീയ സമുദായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്നത്, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് ഖമനേയി. ഈ പറയുന്ന ഇറാനിൽ ശരിക്കും പറഞ്ഞാൽ ഷിയയും സുന്നി വിഭാഗങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏറ്റുമുട്ടലാണ് ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഖമനേയി കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടത് ഇറാൻ ഒറ്റക്കെട്ടാകുന്നതാണ്. എല്ലാ ആഭ്യന്തര വിയോജിപ്പുകളും അവർ മറന്നു. കൂട്ടായിട്ടാണ് ആളുകൾ തെരുവിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞത്. അങ്ങനെ ഒരു ദേശീയ വികാരമാണ് ഖമനേയിയുടെ കൊലപാതകത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇറാന്റെ പതാകയ്ക്ക് താഴെ അവിടുത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഇറാൻ ഈ യുദ്ധത്തിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം തന്നെ മാറിയിരിക്കുകയാണ്. എന്താണിപ്പോൾ ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അതിജീവനം മാത്രമല്ല കേട്ടോ. ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മധ്യേഷ്യയിൽ നിന്ന് തന്നെ അമേരിക്കയെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചത്. മറ്റൊരു ഗുരുതരമായ നീക്കം കൂടി ഇറാൻ നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഹോർമോസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ് ഇറാൻ. ഈ ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുന്നത് പേർഷ്യൻ ഉൾക്കടലിലെ ഒരു കപ്പൽ പാതയാണ്, ഒരു കപ്പൽ ചാലാണ്. അവിടെ ആധിപത്യം എന്ന് പറയുന്നത് ഇറാനാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്നത് ഈ കപ്പൽ ചാലിലൂടെയാണ്. അവിടെ ഇറാന്റെ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല കേട്ടോ, ഹിസ്ബുള്ളയുടെ ഭീകരവാദികളും അവിടെ തന്നെയാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. ഈ ഹിസ്ബുള്ളയെ ചെറുതായി കാണണ്ട. അവർ അവകാശപ്പെടുന്ന ഏതാണ്ട് 30,000-ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട് എന്നാണ്. അപ്പോൾ ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികളും ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിലൂടെ ഇപ്പോൾ എണ്ണക്കപ്പലുകൾ യാത്ര ചെയ്യുന്നില്ല. ആരെങ്കിലും ആ ചാലിലൂടെ യാത്ര ചെയ്താൽ അവരെ ഇല്ലാതാക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലോകത്തിതാ ഒരു ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകാൻ പോവുകയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എണ്ണയുടെ വില